ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഉത്സവപ്പുലരിയാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ ഉത്സവത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് വന്നേക്കാണ്. അപ്പോൾ രേഷ്മയാണേ. അപ്പം നിങ്ങളീ കാണുന്നതെന്ന് പറഞ്ഞാൽ അമ്മ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. രാവിലെ കുഞ്ഞമ്മയുടെ വീട്ടിൽ കയറി തീ കത്തിക്കാനുള്ള എന്തോ ഞുറുക്കൊക്കെ ആയിട്ട് വരികയാണ്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഈ 7 കരയിലുള്ള എല്ലാ വീടുകളിലെ അമ്മമാർ മലനട അമ്പലത്തിൽ വന്നിട്ട് അപ്പൂപ്പനോട് അനുവാദം ചോദിച്ചിട്ട് വന്ന് ആണ് വീട്ടിലെ ചോറ് വെക്കാനുള്ള അരി ഇടുന്നത്. അത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകത. സാധാരണ നമ്മളൊക്കെ തിരുവോണത്തിന് അന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നാണ് അരി ഇടുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഉത്സവത്തിനാണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു, ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്സവം ഒരുക്കമൊക്കെ കുളമാവും. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായവരുമുണ്ട്. പിന്നെ നമുക്കിത് കാപ്പിക്ക് ഇഡലി സാമ്പാറുമായിരുന്നു. സാമ്പാറാവുമ്പം ഉച്ചക്കത്തേക്കും ആവും, രാവിലത്തേക്കും ആവും. അങ്ങനെ ഒരുവിധം സാമ്പാറൊക്കെ ഇഡലി കാപ്പികുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള മോരാണ്. ഇതെന്ന് പറഞ്ഞാൽ അമ്മ അരിയിടാൻ പോകുന്നതാണ്. കണ്ടോ, ഇത് അരി ഇട്ടേക്കാണ്. നമ്മുടെ ഇവിടെ എല്ലാ വീടുകളിലും ഇങ്ങനെയാണ്. ഉത്സവത്തിന് സദ്യ ഒരുക്കുന്ന, ഒരു കല്യാണത്തിന് സദ്യ ഒരുക്കുന്നതിൻ്റെ അത്ര ക്വാണ്ടിറ്റിയിൽ അളവ് കൂട്ടിയാണ് വെക്കുന്നത്. കാരണം ഇവിടെ വിരുന്നിന് വരുന്നതെന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ് മാത്രമായിരിക്കത്തില്ല വരുന്നത്, നമുക്കറിയാത്ത ഇഷ്ടംപോലെ ആളുകളായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, ആറ്റുകാലൊക്കെ പൊങ്കാലയ്ക്ക് പോകുമ്പോൾ ഏതൊരു വീട്ടിൽ ചെന്ന് ഇച്ചിരി ഭക്ഷണം ചോദിച്ചാലോ ഇച്ചിരി വെള്ളം ചോദിച്ചാലോ നമുക്ക് അവർ തരും. അതേപോലെയാണ് ഇവിടെ. അതേപോലെ നമ്മുടെ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഉത്സവമാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഉത്സവം. പോരുവഴി പെരുവരുത്തി മലനട. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏക ദുര്യോധന ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ആരാധനാമൂർത്തി എന്ന് പറഞ്ഞാൽ മലയീശ്വരൻ, മലയപ്പൂപ്പൻ എന്നുള്ളൊരു സങ്കല്പമാണ്. പിന്നെ നമ്മുടെ ചോറും കറികളൊക്കെ ആയി. അത് ചിക്കനുള്ള ഉള്ളി അരിഞ്ഞ് വെച്ചേക്കാം കേട്ടോ. ചീനി വേവിച്ചു. ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രാവശ്യം കുറച്ചേ വാങ്ങിച്ചുള്ളൂ. ഈ പ്രാവശ്യം ചിക്കനാണ് വാങ്ങിച്ചത്. എല്ലാ പ്രാവശ്യം ബീഫായിരുന്നു വാങ്ങിക്കുന്നത്. ഈ പ്രാവശ്യം ഇവിടെ ബീഫ് എടുത്തില്ല, അതുകൊണ്ട് ചിക്കനാണ് വാങ്ങിച്ചത്. ചിക്കൻ നമ്മൾ കുറച്ചേ വാങ്ങിച്ചുള്ളൂ, 10 കിലോയേ വാങ്ങിച്ചുള്ളൂ. സാധാരണ ഇത്രയൊന്നും അല്ല വാങ്ങിക്കുന്നത്. പിന്നെ ചോറ് വെന്തു, ചിക്കൻ കറി വെന്തു, സാമ്പാർ, പുളിശ്ശേരി, അവിയൽ, തോരൻ, പച്ചടി, കിച്ചടി, ഇഞ്ചി, മാങ്ങ, നാരങ്ങ. പായസം വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ ചീനി വേവിച്ചു. പിന്നെ കുഞ്ഞമ്മയുടെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞമ്മ വീട്ടിലോട്ട് വന്നതാണ് അമ്മയോട് ഇരുന്ന് കാര്യം പറയാൻ. ഇത് അണ്ണനെന്ന് പറഞ്ഞാൽ കറണ്ട് പോകും. ഇവിടെ കാളയും കുതിരയൊക്കെ പിടിക്കുന്ന സമയത്ത് എല്ലാം ലൈൻ കമ്പിയൊക്കെ അഴിച്ചു വിടും. അപ്പോൾ അതിന് മുമ്പായിട്ട് വെള്ളം പിടിച്ച് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കാൻ ചാച്ചനിങ്ങനെ ഉത്സവമായിട്ട് ചാച്ചന് വയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചാച്ചൻ ഇങ്ങനെ വെളിയിലോട്ടൊന്നും ഇറങ്ങിയില്ല. പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പോൾ ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടെ സദ്യ ഉണ്ണാനായിട്ടിരുന്നു. ഞങ്ങളെല്ലാവരും ഇലയിട്ടിരുന്നു. അണ്ണന് ഇലയ്ക്ക് അത് വേണ്ട, പ്ലേറ്റിൽ മതിയെന്ന് പറഞ്ഞു. ആ കൊച്ചങ്ങനെ പ്ലേറ്റിന് അവിടെ ഇരുന്ന് കഴിക്കുന്നു. ഞാനും അമ്മയും ചാച്ചനും പാർത്തമ്മോനും കൂടെ ഇലയിട്ടുണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞമ്മയും കുഞ്ഞമ്മയുടെ മോളും മോളും എല്ലാവരും വിരുന്നുകാരൊക്കെ വന്നു. നമുക്ക് കൂടുതലും വിരുന്നുകാർ റിലേറ്റീവ്സിനെക്കാളും കൂടുതലും അറിയാത്ത ആൾക്കാരാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ ഇച്ചിരി നേരം ഊണൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കിടക്കാമെന്ന് കരുതി ഇച്ചിരി നേരം കിടന്നു. പിന്നെ നമ്മുടെ ഓരോരോ കെട്ടുത്സവങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാവരും നേരത്തെ വന്ന് സ്ഥാനം പിടിക്കും. ഇതാണ് നമ്മുടെ ഇടയ്ക്കാട് കരയുടെ കുഞ്ഞങ്കരൻ. ഞങ്ങളുടെ കരയുടെ 1ാം കരയാണ് ഞങ്ങൾ കേട്ടോ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഒറ്റക്കാളയും കുതിരയാണ്. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ തോളയിൽ ആളുകൾ ചുമന്നുകൊണ്ടാണ് പോകുന്നത്. അതൊരു പ്രത്യേക അനുഭവമാണ് കേട്ടോ. വന്ന് കാണേണ്ട തന്നെ ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇങ്ങനെ കാളയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട്. നമ്മുടെ 7 കരയുണ്ട്. 7 കരയ്ക്ക് 6 കരയ്ക്ക് എടുപ്പ് കുതിരയും ഞങ്ങളുടെ 1ാം കരയ്ക്ക് എടുപ്പ് കാളയാണ്. അപ്പോൾ ഞങ്ങളുടെ കാളയെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് പുതിയ കാളയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. വലിയ കാളയാണ്. പക്ഷേ ഇതിനെ എങ്ങനെ എടുത്തുകൊണ്ട് പോകുമെന്നുള്ളൊരു പേടിയിലായിരുന്നു എല്ലാവരും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ കെട്ടുത്സവം. ആൾക്കാർ ചുമലിലേറ്റിയാണ് ഇവിടെ ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടില്ലേ, അമ്പലത്തിൻ്റെ ബാക്ക് വശം മലപ്പുറമാണെന്ന് പറയുന്നത്. അതൊരു കുന്ന് പോലെയാണ്. കുന്ന് കയറി ചെല്ലുമ്പോഴാണ് അമ്പലത്തിൻ്റെ ബാക്ക് വശം. ആ കുന്ന് ഇറങ്ങുന്നത് പാടമാണ് കേട്ടോ. അപ്പോൾ ആ പാടത്തിൽ നിന്ന് ഇങ്ങനെ മലയിൽ കൂടെ കയറി അമ്പലത്തിൽ ചെന്നിട്ട് വലം വെക്കും. 3 റൗണ്ട് അടിച്ച് അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കളിപ്പിച്ച് കൊണ്ടുവന്ന് വെക്കണം. അത് ഭയങ്കര പാടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് കണ്ണിന് ഒന്ന് കാണാൻ സൂപ്പർ കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു ഉത്സവം മിസ് ചെയ്താൽ നിങ്ങൾക്കത് വലിയ നഷ്ടം തന്നെ ആയിരിക്കും. ഇത് അപ്പം കണ്ടിട്ടില്ലാത്തവർക്കും വരാൻ പറ്റാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടേക്കുന്നത്. ഇതാണ് നമ്മുടെ ഇടയ്ക്കാട് കരയുടെ കുഞ്ഞങ്കരൻ. അവനെ നല്ല സൂപ്പറായിട്ട് തന്നെ എടുത്തുകൊണ്ട് പോയി. എല്ലാവരും പേടിച്ചു. വലിയ കാളയാണോ, വലിയ കുതിരയുടെ അത്രയുള്ള വലിയ കാളയായതുകൊണ്ട് ഇവനെ എടുത്ത് ആ മലയിൽ കൂടെ കയറാൻ പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു എല്ലാവർക്കും. പക്ഷേ കയറി. അവൻ 12:30 ആയപ്പോഴത്തേനും അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു. ഇത് നമ്മുടെ കുതിരയാണ് കേട്ടോ. ഓരോ കരയ്ക്കും
ഓരോ കരയ്ക്കും ഓരോ പേരുണ്ട്. പനപ്പെട്ടിക്കര, കമ്പലടി, വടക്കേ മുറിക്കര, തെക്കേ മുറിക്കര, അമ്പലത്തും ഭാഗം, അങ്ങനെ പള്ളിമുറി, ഇടയ്ക്കാട് കര. ഇങ്ങനെയാണ് ഈ 7 കരകളും പോകുന്നത്. ഞങ്ങളിതിൽ ഇടയ്ക്കാട് കരയിൽപ്പെട്ടവരാണ്. അപ്പം ബാക്കിയുള്ള കരക്കാരുടെയൊക്കെ കുതിരയാണ് ഈ വരുന്നത്. ഇത് കുതിരയാണ് കേട്ടോ. ഓരോ സ്ഥലത്ത് തേരെന്നായിരിക്കും പറയുന്നത്, പക്ഷേ ഞങ്ങളുടെ ഇവിടെ ഇതിനെ കുതിരയെന്നാണ് പറയുന്നത്. ഇത് ചുമലിലേറ്റിയാണ് പോകുന്നത്. ഇതിങ്ങനെ തോട്ടിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങിയാണ് വരുന്നത് കേട്ടോ. അതൊക്കെ കാണാൻ ഭയങ്കര ഒരു അനുഭവം, നല്ല രസമാണ് കാണാൻ. നമുക്കത് എന്തോ ഒരു പ്രത്യേക ഭംഗിയായി കുതിര എടുക്കുന്നത് കാണാൻ തന്നെ. ആൾക്കാരെടുത്തുകൊണ്ട് പോകും. നമ്മളിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പം അന്തരീക്ഷത്തിൽ കൂടി ഇങ്ങനെ പറന്നു പോകുന്ന പോലെ തോന്നുന്നത്. ശരിക്കും ആളുകളാണ് വരുന്നത്. ഇതുപോലെ ആൾക്കാരുള്ള ഉത്സവം തൃശ്ശൂർ പൂരമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഉത്സവം നിങ്ങളുടെ ഇവിടെ പോരുവഴി പെരുരുത്തി മലനട. അതേപോലെ തന്നെ ഇവിടുത്തെ കമ്പം ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള കമ്പമായിരുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഒരു വെടിക്കെട്ട് കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തെ വെടിക്കെട്ട് ഇവിടെ ആയിരുന്നു. ഇവിടെ ഒരു പണ്ടിങ്ങനെ കമ്പാപകടം നടന്ന് അതിനുശേഷം അത് നിർത്തലാക്കിയേക്കാണ്. പിന്നെ ഇങ്ങനെ ഉത്സവങ്ങളെല്ലാം വന്ന് ഇതാണ് അപ്പൂപ്പൻ എന്ന് പറയുന്ന സങ്കല്പം. ആളിൻ്റെ ശരീരത്ത് അങ്ങനെ ഒരു ശക്തി വരുമെന്നാണ് പറയുന്നത്. ആൾ വന്ന് ഇങ്ങനെ കൊടയൊക്കെ ആയിട്ട് വന്നിട്ട് എല്ലാവരെയും കാളയും കുതിരയൊക്കെ തൊട്ട് അനുഗ്രഹിച്ച് അങ്ങനെയാണ് മല കയറി പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളുടെ ഉത്സവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റിൽ കൂടെ പറയണേ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു വ്ളോഗ് ഇച്ചിരി വലുതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഉത്സവമൊക്കെ നന്നായിട്ട് കാണിക്കണ്ടേ, അതുകൊണ്ടാണ് ഇത്രയും വലുതാക്കി ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോകളും വിശേഷമായിട്ട് ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, താങ്ക് യു.